കൊട്ടാരക്കര രവി സാറാ എന്റെ ഹൈസ്കൂൾ ക്ലാസ്സിലെ അധ്യാപകനായിരുന്നു. സാറ് അതിലും കൂടുതൽ ഒരു അറിയപ്പെട്ട കാഥികൻ കൊട്ടാരക്കര രവി എന്നായിരുന്നു. അപ്പൊ ഇപ്പൊ കഥാപ്രസംഗം ഉണ്ടോ സാർ? ഇല്ല 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 ഇല്ല. സാറിന്റെ കൂടെ വേറെ ആരെ വന്നു? എന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. സാറിന്റെ ടീച്ചറെ വരൂ ടീച്ചറെ. അപ്പൊ ടീച്ചറെ നമ്മൾ അങ്ങോട്ട് പോയി കണ്ടാലോ? ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ടീച്ചറെ വരും. ടീച്ചറെ സുഖമായിരിക്കുന്നോ? ആണല്ലേ? ഓക്കെ ടീച്ചറെ, വളരെ സന്തോഷം. ടീച്ചറെ സുഖമായിരിക്കുന്നോ? ഞാൻ വിളിക്കുന്നതിന് മുമ്പ് ഇയാള് വിളിച്ച്, ഞാൻ വിളിക്കുന്നതിന് മുമ്പേ എന്റെ ഭാര്യ എന്നെ വിളിച്ച് അതാ വിളിച്ച്. നേരെയാക്കാൻ ടീച്ചർക്ക് മാത്രമേ പറ്റൂ. അത് സംശയമൊന്നുമില്ലല്ലേ ടീച്ചർ? ആരോഗ്യമൊക്കെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല, ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണാൻ പറ്റി. വളരെ സന്തോഷം. അപ്പൊ എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇവിടെ ഉണ്ട്. കാര്യം ആഷ്മി, ഞാൻ കുള്ളൂർ എസ് എൻ കോളേജില് പ്രീ ഡിഗ്രി പഠിച്ച വിജയകുമാറിന് പഴയ അധ്യാപകരൊക്കെ ഓർമ്മ വന്നു. ചടയമംഗലം ജംഗ്ഷനാണ് ഇത്, മെയിൻ ജംഗ്ഷൻ. അപ്പൊ ചടയമംഗലത്തിന്റെ സന്തോഷമായിരിക്കുന്നല്ലോ. അപ്പൊ നമ്മൾ ഇറങ്ങിയത് ഈ യാത്രയുടെ ആഷ്മി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ? നമ്മൾ യാത്രയായിട്ട് ഇറങ്ങിയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോവാണ്. ലഹരിക്കെതിരെ ആഞ്ഞടിക്കാനാണ് തീരുമാനം. ലഹരിക്കെതിരെ നാടിന്റെ മുക്കിലും മൂലയിലും നടന്ന് ഇത് വേണ്ട, ഈ MDMA ഇനി നമുക്ക് നാടിന് വേണ്ട, കഞ്ചാവ് വേണ്ട, ലഹരി ഒന്നും വേണ്ട, നമ്മൾ ആഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല റെസ്പോൺസ് 2 ദിവസം. ചേട്ടൻ എന്താ പറയാനുള്ളത്? വേണോ ഈ ലഹരി? വേണോ സാർ? അത് നേതൃത്വം കൊടുക്കുന്നതിൽ നല്ലതാണ്. ലഹരി നമുക്ക് വേണോ? വേണ്ട. കുഞ്ഞുങ്ങൾ നമുക്ക് പുതിയ തലമുറയെ നമുക്ക് ലഹരിമുക്തമായി ഉയർത്തെഴുന്നേൽക്കണം. അതിനുവേണ്ടി ആദ്യമായി രംഗത്തിറങ്ങുന്നത് നല്ലതാണ്. ഇവിടൊക്കെ ഉണ്ടോ ഇത്തരം ഈ ലഹരി സംഘങ്ങളൊക്കെ? നാട്ടിലുണ്ടോ? എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ അല്ലെ? എങ്ങനെ അവരെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്നുണ്ടോ? പോലീസ് ഇടപെടുന്നുണ്ടോ? എക്സൈസ് ഇടപെടുന്നുണ്ടോ? ഇവരെയൊക്കെ പിടികൂടുന്നുണ്ടോ? അല്ലെ, ഇവരോട് നമുക്ക് മര്യാദയ്ക്ക് പറയണം, ഈ പരിപാടികൾ അവസാനിപ്പിച്ചേക്കുക, അതല്ലെങ്കിൽ സ്ഥലം വിടാൻ പറയുക. ബൗണ്ടറി വിടണം, വണ്ടി വിട്ടോളണം. കാര്യം അതെ, ഈ നമ്മുടെ നാട്ടിന് ആപത്താണ് ഇത്, നമുക്ക് വേണ്ടത്. ഈ മയക്കുമരുന്ന് കഴിച്ചിട്ടാണ് ഈ കൊലക്കത്തി എടുത്ത് ബന്ധുക്കളൊക്കെ വെട്ടുന്നത്. സ്വന്തം മക്കളെ പോലെ തിരിച്ചറിയാൻ വയ്യാത്ത സഹോദരങ്ങളാണ് നാട്ടിലുള്ളത്. നമസ്കാരം. നമുക്ക് എനിക്കൊന്ന് ഇവിടെ വേറെ 2 വിദഗ്ധന്മാർ. നമ്മുടെ അരുൺരാജ് ഇവിടെ. അരുൺരാജ്, ഇദ്ദേഹം ആരാണെന്ന് പറഞ്ഞില്ല. ഇദ്ദേഹമാണ് ഡോക്ടർ, ലഹരിമുക്ത കേന്ദ്രം നടത്തുന്ന ഡോക്ടറാണ്. ഡോക്ടർ പേരെന്താ? എന്റെ ഡോക്ടർ സജീവ് എന്നാണ്. ഡോക്ടറെ, ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ കുറെ കാലമായിട്ട് ഉണ്ടല്ലേ? ഞാനൊരു 25 വർഷമായി ഈ ഫീൽഡിൽ. ഈ ഭാഗത്ത് എങ്ങനെയാണ് ഡോക്ടറെ പൊതുവെ ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്ന? ഒത്തിരി ചില ആൾക്കാർ, ആഷ്മി, ഇതിനിടയ്ക്ക് 1-2 വിദ്വാൻമാർ പറയുന്നു നമ്മൾ മനഃപൂർവ്വം മദ്യം കഴിക്കുന്നതിനെ കുറിച്ച്. മദ്യത്തിന് നമ്മൾ അനുകൂലമല്ല. ലഹരിക്കകത്ത് മദ്യമൊക്കെ ഉണ്ടല്ലോ, പട്ടച്ചാരായ മുതൽ അല്ലേ, പട്ടാപ്പകൽ ഇവിടെ ചികിത്സയ്ക്ക് വരുന്നത് കൂടുതലും ബാക്കിയുള്ള ജില്ലയിലുള്ള ആൾക്കാർ വരുന്നത്. ഇവിടെ പൊതുവെ അത്ര കൂടുതലല്ല എന്ന് നമ്മൾ അറിയാത്തതായിരിക്കാം. എന്നിരുന്നാലും നേരത്തെ കാട്ടിയും പെൺകുട്ടികളായാലും 15 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഒരുപാട് ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഈ സ്കൂളുകളിലേക്ക് ഈ കുട്ടികളെ സ്വാധീനിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അവരെ കൊണ്ട് കരിയറാക്കുക, ഇതൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇത് പണം ഉണ്ടാക്കാനുള്ള ചില ആൾക്കാരുടെ ശ്രമമാണ് എളുപ്പത്തിൽ. അപ്പൊ കുട്ടികളെയും കണ്ടില്ലേ, കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നത്? അവിടെ കുട്ടികൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കഞ്ചാവ് വിറ്റത്. 2 കിലോ കഞ്ചാവ് പിടിച്ചില്ലേ അവിടുന്ന്? അപ്പോ ഇത് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ചെറിയ കുട്ടികളും പെൺകുട്ടികളും ഒക്കെ വരുന്നുണ്ടോ? പെൺകുട്ടികളും വരുന്നുണ്ട്. അപ്പൊ എന്തുവാ ഡോക്ടർ അവരോട് പറയുന്നത്? അവർക്ക് ഇതിൽ നിന്ന് പിന്തിരിയാനുള്ള അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുകയും അവർക്ക് ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുകയും വേണം. ശരിക്കും വീട്ടിൽ നിന്ന് എവിടെ സ്നേഹം കിട്ടാത്തതിന്റെ ഒരു കുറവ് അവിടെ കാണുന്നുണ്ട്. ഡോക്ടർ അഭിപ്രായം, വീട്ടിൽ നിന്ന് ഒരു സ്നേഹം കിട്ടുവാണെങ്കിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. അപ്പൊ അതിനെന്തുവാ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്? പല ഭാഗങ്ങളിലും ഒരു തത്സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒത്തുകൂടാമെങ്കിൽ ലെറ്റസ് ജോയിൻ ടുഗദർ, മൂവ് ടുഗദർ ആൻഡ് ഗ്രോ ടുഗദർ എന്ന രീതിയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഉറപ്പായിട്ട്. അത് ഇപ്പോൾ തന്നെ വളരെ നമ്മൾ താമസിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒത്തുചേരാമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അപ്പൊ ആഷ്മി, താങ്ക് യു ഡോക്ടർ. അമ്മമാരെ കാണാൻ ഇറങ്ങിയതാ ഞങ്ങൾ. കണ്ടോ ഇത്? കണ്ട് നിൽക്കുന്നത് കണ്ടോണ്ടാ ഇറങ്ങി വന്നേ. സാറിനെ കാണാനായിട്ടാണല്ലോ വന്നത്. ലഹരി നോ ഡ്രഗ്സ് നോ വയലൻസ്, അതിനെതിരെ പോരാടുക. വാർത്ത കണ്ടോണ്ടിരിക്കുക. ഇല്ല ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കുവേ നമ്മൾ ഈ നോ ടു ഡ്രഗ്, മയക്കുമരുന്ന് വേണ്ട, മദ്യവും വേണ്ട, വീട്ടമ്മമാർക്കല്ലേ ബുദ്ധിമുട്ട്? എങ്ങനെയാ ബുദ്ധിമുട്ട്? ഇപ്പോ വീട്ടമ്മമാർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മക്കൾ അനുസരണ ഇല്ലാത്തവരായി വളരുന്നു. അതിൽ പ്രധാന പങ്ക് രക്ഷകർത്താക്കൾക്കുണ്ട്. രക്ഷകർത്താക്കൾ ഇപ്പൊ മക്കളെ പഠിക്കാനുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. പഠിക്കുക അവരുടെ പറയുന്നില്ല. അവരുടെ കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് വന്നാൽ കേൾക്കാനുള്ള ഒരു മനസ്സ് രക്ഷകർത്താക്കൾക്കില്ല.
അതായത് ഞങ്ങൾ ഇറങ്ങിയ പരിപാടി അറിയാലോ, ടിവിയിൽ കണ്ടായിരുന്നോ? കണ്ടു. 24 കണ്ടോ? കാണാറുണ്ടോ? അടുക്കള പാചകത്തിനിടെ നമ്മുടെ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റും 34 സെക്കൻഡും. ഓക്കെ ആണോ? സെക്കൻഡ്സ് പറയണോ? വേണ്ട വേണ്ട അതാണ്